റോഡിൽ ഒരു ജീപ്പ് മണ്ണിനെ പറപ്പിച്ചുകൊണ്ട് ഗ്രാമത്തിനകത്തേക്ക് വന്നു. ആ ജീപ്പിൽ രവി, ഹമിദ് പിന്നെ നേഹ ഇരിക്കുകയായിരുന്നു. ഗ്രാമത്തിലെ പഴയ വീടുകൾ, മൺ റോഡ്, പശ്ചിമ നിറഞ്ഞ പ്രദേശം അവരുടെ മുന്നിൽ നിറഞ്ഞു നിന്നു. ജീപ്പ് അവിടെ വന്നു നിന്നു. അവരുടെ മുൻപിൽ മംഗ്ലി അമ്മായി നിൽക്കുകയായിരുന്നു. അവരുടെ മുഖത്ത് സന്തോഷം നിറഞ്ഞിരുന്നു. അല്ല, നിങ്ങളൊക്കെ ഇവിടെ വന്നിരിക്കുന്നു. സിറ്റിയിലെ ജനങ്ങൾക്ക് ഈ ഗ്രാമത്തിൽ എന്താണ് ജോലി? അമ്മായി, ഞാൻ ഇങ്ങോട്ട് സ്ഥലം വാങ്ങിച്ച് ഫാക്ടറി തിരക്കണമെന്ന് ആലോചിക്കുന്നു. പിന്നെ ഞാൻ റിസർച്ച് ചെയ്യാൻ വന്നു. അതായത് ഗ്രാമത്തെ മക്കളുടെ സിറ്റി മക്കളുടെ എന്താ വ്യത്യാസമുണ്ടെന്ന്. ഇനി ഞാനിവിടെ സമാധാനത്തിന് വേണ്ടിയാണ് വന്നിരിക്കുന്നത്. നേഹയുടെ ഈ ആലോചന എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അവരെല്ലാരും മംഗ്ലി അമ്മായിയുടെ വീട്ടിലേക്ക് ചെന്നു. കുറച്ചു സമയത്തിന് ശേഷം ഒരു പെണ്ണ് അവിടെ നിന്നും ഓടി വന്നു. മംഗ്ലി അമ്മായി അവളെ നോക്കിയിട്ട് പറഞ്ഞു, മോളെ ജപ്പ, ഇങ്ങോട്ട് വന്നേ. ഇവരൊക്കെ എന്റെ പരിചയക്കാരാണ്. ഇവർക്ക് ഈ ഗ്രാമം ചുറ്റിക്കാണിക്ക്. ശരിയമ്മായി, വരൂ, ഞാൻ നിങ്ങൾക്ക് ഗ്രാമം ചുറ്റിക്കാണിക്കാം. ജംബ, രവി, അമീർ പിന്നെ നേഹയെ ഗ്രാമം ചുറ്റിക്കാണിക്കാൻ കൂട്ടിക്കൊണ്ടുപോയി. 4 പേരും മണൽ റോഡിൽ നടക്കുകയായിരുന്നു. 4 വശത്തും പശ്ചിമ, പശു, എരുമ, മൺവീടുകൾ നിറഞ്ഞിരുന്നു. അപ്പോഴാണ് നടന്നു പോയിക്കൊണ്ടിരുന്ന നേഹ പെട്ടെന്നൊരു സ്ഥലത്ത് നിന്നത്. ഒരുപാട് ദൂരെയുള്ള മൈതാനത്തിനെ അവൾ കാണിച്ചു. ദേ നോക്കൂ, ആ സ്ഥലം അല്പം വിചിത്രമായിട്ടുണ്ടല്ലേ? ഉടനെ ചമ്മ നേഹയുടെ കയ്യിൽ പിടിച്ച് പുറകിലോട്ട് വലിക്കാൻ തുടങ്ങി. അങ്ങോട്ട് പോകല്ലേ, അത് കുരുടന്മാരുടെ സ്ഥലമാണ്. എന്താ? ഡാബ കുറിച്ച് കേട്ടിട്ടുണ്ട്, പക്ഷെ കുരുടന്മാരുടെ ഡാബ അതെന്താണ്? പിന്നെ ഞങ്ങൾക്ക് അങ്ങനെ ഏതും കാണാൻ പറ്റില്ലല്ലോ. ഈ ഗ്രാമത്തിൽ ആരും അതിനെക്കുറിച്ച് സംസാരിക്കുക പോലുമില്ല. നമ്മൾ ഉടനെ ഇവിടുന്ന് പോകാം. രവി, അമിത് പിന്നെ നേഹയിൽ ഇത് ഒരുപാട് കുഴപ്പമുണ്ടാക്കി. പക്ഷെ ചമ്പ അവരെ അവിടെ നിന്നും വലിച്ചുകൊണ്ടു പോയി. സമയം രാത്രിയായി. 4 പേരും കഴിക്കാനായി ഇരുന്നു. രവി, അമിത് പിന്നെ നേഹ ആഹാരം നോക്കി. പക്ഷെ അവർക്ക് കഴിക്കാൻ മനസ്സില്ല. എന്തുപറ്റി? വിശപ്പില്ലേ? അല്ല അമ്മായി, എനിക്ക് വിശക്കുന്നില്ല. അതെനിക്കറിയാം മോനെ. സിറ്റിയിലെ ആളുകൾ കൂടുതൽ പുറത്തു നിന്നല്ലേ കഴിക്കുക. പെട്ടെന്ന് അസുഖവും പിടിക്കുന്നു. രവി, അമിത് പിന്നെ നേഹ ചെറുതായി ചിരിച്ചു. പക്ഷെ അവർ കഴിച്ചില്ല. കുറച്ചു സമയത്തിന് ശേഷം അവർ ചുറ്റിനോക്കാനായി പുറത്തേക്ക് ചെന്നു. മണൽ റോട്ടിൽ പോയിക്കൊണ്ടിരുന്ന വണ്ടി പെട്ടെന്ന് റിപ്പയറായി. 4 വശത്തും നല്ല ഇരുട്ടായിരുന്നു. അപ്പോഴാണ് അവർക്ക് കുറച്ചു ദൂരത്ത് ചെറിയ വെളിച്ചത്തിൽ ഒരു ഹോട്ടൽ കണ്ടത്. 3 പേരും ആ ഹോട്ടലിലേക്ക് ചെല്ലാൻ തുടങ്ങി. അപ്പോഴാണ് നേഹ എന്തോ ആലോചിച്ചു പറഞ്ഞത്, നിൽക്കൂ, ഇത് അതേ സ്ഥലമാണ്. പകലിൽ ഇവിടെ ഒന്നും തന്നെ ഇല്ല. പക്ഷെ പെട്ടെന്ന് എങ്ങനെയാ ഇവിടെ ഒരു ഹോട്ടൽ? നിനക്കെന്താ വട്ടാണോ? ഇത് വേറെ എന്തെങ്കിലും ഹോട്ടലായിരിക്കും. ആ ഹോട്ടലിനകത്തേക്ക് അവർ കയറി. അകത്ത് ചെറിയ വെളിച്ചമുണ്ടായിരുന്നു. കുറച്ച് ചെയറും ടേബിളും ഒക്കെ ഇട്ടിരുന്നു. ഒരു വയസ്സായ മനുഷ്യൻ, അദ്ദേഹത്തിന്റെ പേര് ബലിയ, കൗണ്ടറിന് പുറകിൽ നിൽക്കുകയായിരുന്നു. അടുത്ത് മറ്റൊരാൾ, രാമു മാമ, നിൽക്കുകയായിരുന്നു. വരൂ, വന്നിരിക്കൂ. എന്താ കഴിക്കുന്നേ? ഒരു പന്നീർ പൊറോട്ട. എനിക്ക് രാജ്മ ചാവൽ. കൂൾ ഡ്രിങ്ക്സ്. ബലിയ ചിരിച്ചു. കുറച്ചു സമയത്തിന് ശേഷം രാമു മാമ പാത്രം എടുത്തുകൊണ്ട് ടേബിളിൽ വെച്ചു. പക്ഷെ 4 പേരും പാത്രം ഓപ്പൺ ചെയ്തതും അവർ അതിശയിച്ചു പോയി. ഇതെന്താ കളിയാണ്? ഞങ്ങൾ ഇതല്ല ഓർഡർ ചെയ്തത്. രവിയുടെ പ്ലേറ്റിൽ കിച്ചടി, അമിത്തിന് ചുക്കാറൊട്ടി പിന്നെ ദാൾ, നേയ്ക്ക് ചൂടായ പാൽ കൊണ്ടുവന്നു കൊടുത്തു. ബലിയ ചെറുതായി ചിരിച്ചുകൊണ്ട് എന്ന് പറഞ്ഞെന്നാൽ, എങ്ങളുടെ ഹോട്ടലിൽ എവരും അവർ ഇഷ്ടപ്പെട്ട ഭക്ഷണത്തിനെ കഴിക്കില്ല. അതിനു പകരം അവർക്ക് എന്താ ഭക്ഷണമാണ് ആവശ്യം അതാണ് അവർ കഴിക്കുക. രവി ദേഷ്യത്തോടെ തന്റെ ചെയർ പുറകിലോട്ട് വലിച്ചു. എന്നിട്ട് എണീക്കാൻ ശ്രമിച്ചു. പക്ഷെ അദ്ദേഹത്തിന് ചെറുതായി തല ചുറ്റാൻ തുടങ്ങി. പിന്നെ അദ്ദേഹത്തിന്റെ കണ്ണുകൾ മറയാൻ തുടങ്ങി. പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ചെറുപ്പത്തിലെ കാര്യങ്ങളൊക്കെ ഓർമ്മ വരാൻ തുടങ്ങി. ഈ കിച്ചടി കഴിക്കുമോനെ, നിനക്ക് പെട്ടെന്ന് ശരിയാകണ്ടേ? ആ ഓർമ്മകൾ കടന്നു. രവിയുടെ കണ്ണുകൾ നിറയാൻ തുടങ്ങി. മറ്റൊരു വശത്ത് അമിത്തും തന്റെ കണ്ണുകൾ അടച്ചു. അദ്ദേഹത്തിനും തന്റെ പഴയ ഓർമ്മകൾ വന്നു. മോനെ, നമ്മുടെ കൈവശം ഇതാണുള്ളത്. ഇത് കഴിക്കുമോനെ, വയറ് നിറയും. ഓർമ്മകൾ കടന്നു. അമിത്തും കരയാൻ തുടങ്ങി. നേഹയുടെ കണ്ണുകളിലും പഴയ ഓർമ്മകൾ വരാൻ തുടങ്ങി. അവൾക്ക് തന്റെ മുത്തശ്ശിയുടെ ഓർമ്മ വന്നു. പേടി തോന്നുമ്പോൾ ചൂടുള്ള പാല് കുടിക്ക്, പേടിയൊക്കെ മാഞ്ഞു പോകും. നേഹ പതുക്കെ പതുക്കെ ആ ഗ്ലാസ് എടുത്ത് അതിലുണ്ടായിരുന്ന പാൽ നോക്കി. അവർ 3 പേരും വിഷമത്തോടെ അവിടെ നിന്നും പുറത്തേക്ക് വന്നു. അപ്പോഴാണ് അവരെ തേടിക്കൊണ്ട് മംഗ്ലി അമ്മായി അവിടേക്ക് വന്നത്. നിങ്ങളൊക്കെ എവിടെയാണോ ഉള്ളത്?
മംഗ്ലിയുടെ മുഖത്ത് ഒരു വിചിത്രമായ അവസ്ഥ കണ്ടു. അവർക്ക് മുൻപേ എല്ലാം അറിയാവുന്നതുപോലെ അവർ വളരെ പതുക്കെ പറഞ്ഞു, ഇപ്പോഴെങ്കിലും മനസ്സിലായോ ഇതെന്തിനാണ് കുരുടന്മാരുടെ ഹോട്ടൽ എന്ന് പറയുന്നതെന്ന്? പക്ഷേ ഈ ഹോട്ടലിൽ ആരും കുരുടന്മാരല്ലല്ലോ. മംഗ്ലി അമ്മായി ചിരിച്ചു. അവരുടെ ചിരിയിൽ ഒരു ആഴമായ രഹസ്യം മറഞ്ഞിരുന്നു. അവർ 4 വശത്തു നോക്കിയിട്ട് എന്തു പറഞ്ഞെന്നാൽ, കുരുടന്മാരാരാണെന്നാൽ ജീവിതത്തിലെ സത്യങ്ങൾ മനസ്സിലാക്കാത്തവരാണ് കുരുടന്മാർ. ഈ ഹോട്ടൽ ആർക്ക് കാണാൻ സാധിക്കുമെന്നാൽ ആരൊക്കെയാണ് അവരുടെ കടന്നകാലം മറക്കുന്നത് അവർക്ക്. അപ്പോഴാണ് ചെറിയ കാറ്റ് വീശാൻ തുടങ്ങിയത്. ആ ഹോട്ടലിലെ വെളിച്ചം മറയാൻ തുടങ്ങിയത്. അവർ തിരിഞ്ഞു നോക്കിയപ്പോൾ ആ ഹോട്ടൽ അവിടെ നിന്നും മാഞ്ഞുപോയി. അടുപ്പ്, ടേബിൾ, ബലിയ, രാമുമാമായി എല്ലാം തന്നെ മാഞ്ഞുപോയി. ഇത് എങ്ങനെയാ സാധിക്കുക? ഇപ്പോൾ നമ്മൾ ഹോട്ടലിലാണ് ഇരുന്നത്, അത് എവിടെ പോയി? ഒരു പക്ഷേ നമ്മൾ സ്വപ്നത്തിലാണ് ഉള്ളത്. പക്ഷേ നമ്മൾ ഭക്ഷണം കഴിച്ചല്ലോ. നമ്മൾ ആ കിച്ചടി, റൊട്ടി, പാല് എല്ലാം കണ്ടല്ലോ. ഇതിന്റെ അർത്ഥം ഇതെല്ലാം ശരിക്കും നടന്നതാണ്. നേഹ വീണ്ടും മംഗ്ലി അമ്മായിയെ തിരിഞ്ഞു നോക്കി. അവൾ അവരെ സൂക്ഷിച്ചു നോക്കി. അമ്മായി, ഞങ്ങളോട് സത്യം പറയൂ, ആ ഹോട്ടൽ എന്താണത്? മംഗ്ലി അമ്മായി ദീർഘശ്വാസം വലിച്ചു. അവരുടെ മുഖത്ത് ഒരു രഹസ്യമായ സങ്കടം മറഞ്ഞിരുന്നു. അവർ പതുക്കെ പതുക്കെ സംസാരിക്കാൻ തുടങ്ങി. 9 വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ ഒരു യഥാർത്ഥ ഹോട്ടൽ ഉണ്ടായിരുന്നു. അതിന്റെ മുതലാളി രഘുനാഥ് നല്ല മനസ്സുള്ള ആളാണ്. അദ്ദേഹം ആരെയും അവിടെ നിന്നും വിശപ്പോടെ പറഞ്ഞേക്കില്ല. പക്ഷെ അദ്ദേഹത്തിനൊരു സ്വഭാവം ഉണ്ടായിരുന്നു. അദ്ദേഹം ജനങ്ങൾക്ക് എന്താണോ ആവശ്യമുള്ളത് അത് മാത്രമേ ആ ഹോട്ടലിൽ നൽകുകയുള്ളൂ. അവർ ആഗ്രഹിക്കുന്നതൊന്നും നൽകുകയില്ല. രഘുനാഥിന്റെ ഹോട്ടൽ ഒരു ചെറിയ ഗ്രാമത്തിലായിരുന്നു. അവിടെ അടുത്ത് ഒരുപാട് കൃഷിക്കാർ, കൂലിപ്പണിക്കാർ എല്ലാരും കഴിച്ചുകൊണ്ടിരുന്നു. രഘുനാഥ് അവിടെ വരുന്ന എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ ആഹാരം വിളമ്പി. അപ്പോഴാണ് കുതിരയുടെ കാലടി ശബ്ദം കേട്ടത്. 2 ജമീന്ദാർമാർ നല്ല പുതിയ വസ്ത്രങ്ങളോടും വലിയ മീശയോടും കൂടി ആ ഹോട്ടലിലേക്ക് വന്നു. എടാ ജോലിക്കാരാ, എനിക്ക് വിശക്കുന്നുണ്ട്, എനിക്ക് വേണ്ടി നല്ല ആഹാരം കൊണ്ടുവാ. നീ എടുത്തുകൊണ്ടുവരുന്നത് നല്ല രുചിയായിട്ട് ഇരിക്കണം. പിന്നെ അതില് സ്വീറ്റും ഉണ്ടാവണം. രഘുനാഥ് തല കുനിച്ചുകൊണ്ട് ശരി മുതലാളി എന്ന് പറഞ്ഞു. കുറച്ചു സമയത്തിനു ശേഷം പ്ലേറ്റിൽ വെജിറ്റബിൾ കിച്ചടി, പിന്നെ ചുക്ക റൊട്ടി, പിന്നെ തണുത്ത വെള്ളവും കൊണ്ടുവന്ന് നൽകി. ജമീന്ദാർ ആ പ്ലേറ്റ് കണ്ടതും ദേഷ്യത്തോടെ ചാടി എണീറ്റു. ഷെടാ, നീ എന്താണ് കൊണ്ടുവന്നത്? ഞങ്ങൾ നല്ല ഭക്ഷണമാണ് കേട്ടത്, പക്ഷേ നീ ഞങ്ങൾക്ക് എന്താണ് കൊണ്ടുവന്നിരിക്കുന്നത്? നിന്റെ ഹോട്ടലിൽ കുരുടന്മാരാണ് ജോലി ചെയ്യുന്നതെന്ന് തോന്നുന്നത്. ഞങ്ങൾ കേട്ടത് ഒന്നാണ്, നീ കൊണ്ടുവന്നത് വേറൊന്നാണ്. മുതലാളി, വിശപ്പ് എല്ലാവർക്കും ഒന്നുപോലെ തന്നെയാണ്. പിന്നെ ഭക്ഷണത്തിൽ എന്താ വ്യത്യാസം? മനുഷ്യരുടെ വിശപ്പിന് റൊട്ടിയാണ് ആവശ്യം, അത് വിരുന്ന് കൊണ്ട് നിറയില്ല. ഏയ്, നീ എന്താ പറയുന്നത്? ഞങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് നീയാണ് പറയുന്നത്. കണ്ണുപൊട്ടൻ ഞാനല്ല, നിങ്ങളാണ് താക്കൂർ മുതലാളി. നിങ്ങളുടെ വിശപ്പ് റൊട്ടി കൊണ്ട് മാറുമെന്ന വിഷയം അറിഞ്ഞ പിറകും നിങ്ങൾ പാവപ്പെട്ട കൃഷിക്കാരന്റെ സ്ഥലം അഴിച്ചു മാറ്റുന്നു. അവരുടെ ഭക്ഷണത്തിനെ പറിച്ചുകൊണ്ടിരിക്കുന്നു. നല്ല ഭക്ഷണം കഴിച്ച് ജീവിതത്തിന്റെ സത്യം മറന്നു പോകുന്നു. ജമീന്ദാറിന് വല്ലാതെ ദേഷ്യം വന്നു. ഈ ഹോട്ടലിലേക്ക് തീ വയ്ക്ക്. ഇവന് പാഠം പഠിപ്പിക്കുന്ന നേരം വന്നു കഴിഞ്ഞു. ജോലിക്കാർ ഹോട്ടലിന് തീ വെച്ചു. രഘുനാഥിന്റെ മുഖത്ത് യാതൊരു പേടിയുമില്ലായിരുന്നു. അദ്ദേഹം കത്തിക്കൊണ്ടിരിക്കുന്ന തന്റെ ഹോട്ടൽ നോക്കി. പക്ഷെ അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞില്ല. ജമീന്ദാറിന്റെ ആളുകൾ രഘുനാഥിനെ പിടിച്ചു. പിന്നെ മനസാക്ഷിയില്ലാതെ അദ്ദേഹത്തിനെ അടിച്ചു. അദ്ദേഹത്തിന്റെ ശ്വാസം നിലയ്ക്കാൻ തുടങ്ങി. പക്ഷെ അദ്ദേഹം മരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ വളരെ വേദന നിറഞ്ഞിരുന്നു. എവരാണോ വിശപ്പിന്റെയും ഭക്ഷണത്തിന്റെയും ശരിയായ അർത്ഥം അറിയാതെ പോയോ? ഈ ഹോട്ടലിൽ അവർക്ക് എപ്പോഴും ഒന്നാണ് കിട്ടുക, അത് അവർക്ക് സത്യത്തിനെ കാണിക്കും. എന്ന് വെച്ചാൽ അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ആ ഹോട്ടലിൽ അത് കിട്ടിയത്. അത് ഞങ്ങളുടെ വാഴ്ക്കയിൽ നിറവേറാതെ പോയത്. എന്നുവെച്ചാൽ ഈ ഹോട്ടൽ ഇനി ഞങ്ങളുടെ കണ്ണിൽ കാണില്ലേ? ആര് സത്യം മനസ്സിലാക്കുന്നുവോ അവർക്ക് വീണ്ടും ആ ഹോട്ടൽ കാണാൻ സാധിക്കുകയില്ല. അടുത്ത ദിവസം അവർ സിറ്റിയിലേക്ക് തിരിച്ചുപോയി. പക്ഷെ അവരുടെ എല്ലാവരുടെയും മനസ്സിൽ ഒരു ചോദ്യമുണ്ടായിരുന്നു. അതായത് ആക്ച്വലായി അവർ കണ്ടത് അതെന്താണ്? ഒരുപക്ഷെ കുരുടന്മാരുടെ ആ ഹോട്ടൽ എന്നും രഹസ്യമായി തന്നെ ഇരിക്കുമോ എന്തോ.